ഇവ വിവാഹിതരായി ഇനി വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ അഞ്ജനയുടെ ബാഗിൽ നിന്ന് കമാൽ അച്യുതൻ എഴുതി ആ കത്തെടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പം അതിനുശേഷം ഭവാനിയെ വിളിച്ച് കമാൽ പറയുന്നുണ്ട്, ഞാൻ അഞ്ജനയുടെ മുറിയിൽ കയറി. അപ്പം എന്തുണ്ടായതെന്ന് ചോദിച്ചുകൊണ്ട് വെപ്രാളം പിടിച്ച് ചോദിക്കുകയാണ് ഭവാനി. അപ്പം ഞാൻ ആ കത്തെടുത്തിട്ടുണ്ടെന്ന് പറയാണ്. ഇവിടെ വെച്ച് അവളെ അങ്ങ് തീർക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് കമാൽ. അതൊന്നും വേണ്ട, ആദ്യം ആ കത്ത് ഒറിജിനലാണോ എന്ന് അറിയണം. തനിക്കറിയത്തില്ലല്ലോ ആ കത്ത് ഉള്ളതാണോ, ഞാൻ കണ്ടാലല്ലേ മനസ്സിലാവത്തുള്ളൂ എന്ന് ഭവാനി പറയുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ കത്ത് കൊണ്ടുവരാൻ പറയുകയാണ്, എത്രയും പെട്ടെന്ന് വരാൻ പറയുകയാണ്. ഈ സമയത്ത് അഞ്ജന മുറിയിൽ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ബാഗിലുള്ള സാധനങ്ങളെല്ലാം വലിച്ചു വാരി ഇട്ടേക്കുന്നത് കാണുന്നുണ്ട്. അപ്പം ഇത് കാണുമ്പം അഞ്ജനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ആ മുറിയിൽ ആരോ കയറി കത്തെടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാവുകയാണ്. പക്ഷേ അഞ്ജന ആ കത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അഞ്ജന നേരെ പോകുന്നത് ശിവശങ്കര സാറിൻ്റെ അടുത്ത്. സാറ് രാവിലെ എത്തുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അഞ്ജനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, തൻ്റെ പുറകിൽ ആരോ ഉണ്ട്. തൻ്റെ പുറകിൽ ആ കൊലയാളി, അച്ഛൻ്റെ കൊലയാളി തൻ്റെ പുറകിൽ തന്നെ ഉണ്ടെന്നും അതുകൊണ്ടാണ് ആ കത്ത് നഷ്ടപ്പെട്ടതെന്നും അഞ്ജനയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അഞ്ജന ആ കത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ശിവശങ്കരൻ്റെ സാറിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം സാറ് പറയുന്നുണ്ട്, ചുമ്മാതൊന്നുമല്ല, എൻ്റെ സ്റ്റുഡൻറ്റ് ഭൂമി എന്നെ കാണാൻ വന്നതെന്ന് പറയുകയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, ആ കൊലയാളി എൻ്റെ അമ്മ, മരിച്ചത് എൻ്റെ അച്ഛനാണെന്ന് പറയുകയാണ്. ഇതിൽ നിന്ന് എന്തെങ്കിലും തെളിവ് സാറിന് കിട്ടാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാം സാറിനടുത്ത് പറയുന്നുണ്ട്. ഈ സമയത്ത് ഭവാനിയാണെങ്കിൽ കമാലിനെ കാത്തിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കത്ത് കിട്ടിയിട്ട് വേണം ഇനി എന്താ നടക്കണ്ടേ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടതെന്ന് ഉള്ളൊരു ആലോചന ഇരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അജയും അഞ്ജനയും തമ്മിൽ വഴക്കുണ്ടാവുന്നുണ്ട്. അജയുടെ പഴയ ലവറിൻ്റെ കാര്യങ്ങളൊക്കെ അഞ്ജന അറിയുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ചോദിച്ച് അടിയും വഴക്കെ ആവുന്നുണ്ട്. അവസരം അജയാണെങ്കിൽ അഞ്ജനെ അടിക്കാൻ ഒരുങ്ങുമ്പോൾ പറയുന്നുണ്ട്, അമ്മയും മോളും ഒരു കാര്യം ആലോചിച്ചോ, ഈ വിവാഹം നടക്കത്തില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. ഇത് കേൾക്കുമ്പോൾ അഞ്ജന ആകപ്പാടെ പേടിക്കുന്നുണ്ട്. ഈ കല്യാണം നടക്കത്തില്ലെന്നുള്ള തറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്. അപ്പം ഭവാനി പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, നിന്നെ അടിച്ച ആ കൈ കൊണ്ട് തന്നെ നിന്നെ താലി കിട്ടിയിരിക്കും അവൻ എന്നുള്ള ഉറപ്പ് കൊടുക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നത്തിൽ ചാടിയിരിക്കുകയാണ് ഭവാനി. ഈ സമയത്താണെങ്കിലാണ് കമാൽ വിളിക്കുന്നത്, പുറത്ത് വന്നിട്ടുണ്ട്, കത്തുമായിട്ട് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ കത്ത് വാങ്ങിക്കാൻ വേണ്ടി ഭവാനി പോവുകയാണ്. കാരണം അത് കിട്ടിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. അങ്ങനെ കത്ത് വാങ്ങിക്കാനായിട്ട് ചെന്ന് കമാൽ ആണെങ്കിൽ കത്ത് ഭവാനിയുടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കത്ത് വായിച്ചു നോക്കുമ്പോഴേ ഭവാനിക്ക് മനസ്സിലാകുന്നുണ്ട് ഭൂമി കമലിനെ പറ്റിച്ചതാണെന്നുള്ള കാര്യം. ആ കത്ത് ഒറിജിനൽ കത്തല്ലെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അത് വായിച്ച് ഭവാനിയാണെങ്കിൽ തലയിൽ കൈ വെച്ച് ഇരിക്കുകയാണ്. അപ്പോൾ കമൽ ചോദിക്കുന്നത്, എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ, ഇത് ഒറിജിനൽ കത്തല്ലെന്ന് ഭവാനി പറയുന്നുണ്ട്. അപ്പോഴാണ് കമലിന് തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അവളുടെ പിന്നാലെ തന്നെ കൂടണം, ഇനി കാര്യങ്ങൾ അറിയാനുണ്ടെന്ന് ഭവാനി പറഞ്ഞ് അവർ തമ്മിൽ സംസാരിച്ചതിന് ശേഷം അകത്തേക്ക് കയറുമ്പോൾ ചെന്ന് മുന്നിൽ ചാടുന്നത് മാധവൻ്റെ മുന്നിലാണ്. മാധവൻ നോക്കുമ്പോൾ ഭവാനിയുടെ കയ്യിലൊരു പേപ്പറൊക്കെ ഇരിക്കുന്നുണ്ട്. മാധവൻ്റെ മുന്നിൽ ചാടിയ ഭവാനി ആകപ്പാടെ പെട്ട അവസ്ഥയാണ്. മാധവൻ്റെ അടുത്ത് എന്ത് പറയണം എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്.